ആരായിരിക്കും ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ്? ഈ ചോദ്യമാണ് ഇപ്പോൾ നാഷണൽ മീഡിയാസ് അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. അതായത് ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. പ്രധാനമായും 3 പേരാണ് ഈ ദേശീയ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൽ ഒരാൾ നരേന്ദ്രമോദിക്ക് വളരെ സ്പെഷ്യലാണ്. ഇനി അദ്ദേഹമായിരിക്കുമോ ദേശീയ പ്രസിഡന്റായിട്ട് വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഉയർന്നു കേൾക്കുന്നത്. ബി.ജെ.പി ദേശീയ അധ്യക്ഷനെ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏപ്രിൽ അവസാനത്തോടെ ജെ.പി. നദ്ദയ്ക്ക് പകരമായി ബി.ജെ.പി പുതിയ പ്രസിഡന്റിന്റെ പേര് പ്രഖ്യാപിച്ചേക്കുമെന്ന സംസാരവുമുണ്ട്. ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാൽ ഖട്ടാറിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനു പുറമെ മോദി സർക്കാരിലെ മന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ പേരുകളും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. RSSുമായി കൂടിയാലോചിച്ച് മാത്രമായിരിക്കും ദേശീയ അധ്യക്ഷനെ സെലക്ട് ചെയ്യുക എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 3 നേതാക്കളിൽ ആർക്കെങ്കിലും ചെയർമാന്റെ ഉത്തരവാദിത്തം നൽകാമെന്നാണ് പറയപ്പെടുന്നത്. പാർട്ടി അധ്യക്ഷനെ തീരുമാനിക്കുന്നതിന് മുമ്പ് RSSുമായി എന്തായാലും സുപ്രധാനമായിട്ടുള്ള ഒരു കൂടിയാലോചന ഉണ്ടാകും. എന്നിരുന്നാലും അതിനു മുമ്പ് UP, ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും. അതിനുശേഷം മാത്രമേ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കൂ എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏപ്രിൽ 25-നകം UP ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാർട്ടി വൃത്തങ്ങളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ദേശീയ പ്രസിഡന്റിനുള്ള നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഒരു നേതാവിന്റെ പേര് ഏകകണ്ഠമായി തീരുമാനിക്കുകയും ചെയ്യും. RSSന് അതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനോഹർ ലാൽ ഖട്ടറിന്റെ കാര്യത്തിൽ സമവായത്തിലെത്താൻ ശക്തമായ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് കാരണം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ളയാളും പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ഒരു നേതൃത്വം കൊടുക്കുന്ന, അതായത് ബി.ജെ.പി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായി നേതൃത്വം കൊടുക്കുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് ഇത് എന്നുള്ളതും കൊണ്ടാണ്. എന്തായാലും ദീർഘകാലം RSS പ്രചാരകനായി പ്രവർത്തിച്ചിട്ടുള്ള മനോഹർ ലാൽ ഖട്ടാറിന് സംഘടനയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. സംഘാടകരെ കുറിച്ചും അതിലുള്ള അണികളെക്കുറിച്ചും കൃത്യമായി റൂട്ട് ലെവലിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള ധാരണയുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ പേരിനോട് RSSന് എതിർപ്പില്ല. കാരണം അതേ പ്രത്യയശാസ്ത്ര പശ്ചാത്തലമുള്ള ഒരു നേതാവാണ് പാർട്ടിയെ നയിക്കേണ്ടത് എന്ന് തന്നെയാണ് RSS വിശ്വസിക്കുന്നത്. ഇതിനു പുറമെ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട്. എന്നിരുന്നാലും മനോഹർ ലാൽ ഖട്ടറിനെയാണ് മുൻനിരയിൽ കണക്കാക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.